നമസ്കാരം സനോജി. നമസ്കാരം. നമ്മുടെ അയോധ്യയിലെ റാം മന്ദിറുമായിട്ട് ബന്ധപ്പെട്ട് വലിയ തട്ടിപ്പ് നടന്നു. അതിനെ ആകപ്പാടെ പൊലിപ്പിച്ചങ്ങ് ആഘോഷിക്കുകയാണ് നമ്മുടെ മലയാളം മാധ്യമങ്ങൾ. ദേശീയ മാധ്യമങ്ങൾ കൃത്യതയോടുകൂടി വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സംപ്രേഷണം ചെയ്യുന്നുണ്ടെന്നുള്ളതല്ലാതെ വിവാദമാക്കുന്നില്ല. എന്തു തോന്നുന്നു ഈ വിവാദത്തെ സംബന്ധിച്ച്? അല്ല, ഇതില് കൃത്യമായി പറയുകയാണെങ്കിൽ ഇതിലെ പരാതിക്കാരാരാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം പരിശോധിക്കുക. ഇപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുന്നത് RSSന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ BJPയുടെ നേതൃത്വത്തിലുള്ള വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ചുമതലയിലുള്ള ക്ഷേത്രത്തിൽ ഇവരെല്ലാവരും കൂടി ചേർന്ന് കൈയിട്ട് വാരിക്കണം. അതിപ്പോൾ ഇന്നലെ ഞാൻ വൈകിട്ട് ഒരു അന്തിച്ചർച്ച കാണുമ്പോൾ ഒരു മാധ്യമത്തിൽ അതിനെ പൊലിപ്പിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെയും നേരിട്ടുള്ള നിരീക്ഷണത്തിലുള്ള ക്ഷേത്രമായിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു ഇത് നടന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കണം എന്നുള്ള രീതിയിലാണ്. പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? അതെ. ഇപ്പോൾ BJPയുടെ ഒരു മാനിഫെസ്റ്റോയിൽ ഇടം പിടിച്ച ഒരു കാര്യമായതുകൊണ്ട് മാത്രം ഇതെല്ലാം കൂടി അവർ ഏറ്റെടുക്കണമെന്നില്ല. എല്ലാ കാലത്തും എല്ലായിടത്തും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ? ഓരോ സ്ഥലത്തും ട്രസ്റ്റ് ആവുമ്പോൾ പല സ്വഭാവത്തിലുള്ള ആളുകൾ ഇതിലോട്ട് വരും, പല രീതിയിലുള്ള ആളുകൾ ഇതിലോട്ട് വരും. ഇത് കൈകാര്യം ചെയ്യുന്ന പല രീതിയിലായിരിക്കും. അവിടെ ഒരു കുഴപ്പമുണ്ടാകുമ്പോൾ അവിടെ ആരാണ് പരാതിക്കാരൻ എന്നുള്ളതാണ് ഇത് ആദ്യത്തെ കാര്യം. ഈ ഒരു ഘട്ടത്തിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് നമ്മുടെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സംഭവമാണ്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇതുമായി നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ ഇതിനാരാണ് പരാതിക്കാരെന്ന് നമുക്ക് നോക്കേണ്ടി വരും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒരിക്കലും ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തോ ഉള്ളവരല്ല അതിന്റെ പരാതിക്കാർ. അതിന്റെ പരാതിക്കാരൻ എന്ന് പറയുന്നത് കോടതി നിയമിച്ച അല്ലെങ്കിൽ അത് കണ്ടെത്തിയത് കോടതി നിയമിച്ച ഒരാളാണ് അല്ലേ? അദ്ദേഹത്തിന്റെ ഒരു ഒറ്റയാൾ പോരാട്ടമായിരുന്നു ഈ ഒരു പ്രശ്നത്തിന്റെ ഏറ്റവും വലിയ ഒരു കാര്യം. അപ്പൊ അദ്ദേഹമാണ് ഈ ഒരു വാർത്ത പുറത്തു കൊണ്ടുവരുന്നത്. ഒപ്പം അത് കഴിഞ്ഞ് വന്ന ഭക്തജന സംഘടനകളും മറ്റും എല്ലാം ഒരു ഒരുമിച്ച് നിന്നപ്പോഴാണ് അതിന് അത്രയും ഒരു വാർത്താ പ്രാധാന്യം വന്നത്. പക്ഷെ അയോധ്യയിലെ കാര്യം മറിച്ചാണ്. കാര്യം ഇതിന്റെ പരാതിക്കാരായിട്ടുള്ളത് ഈ പറഞ്ഞതുപോലെ സംഘ പ്രവർത്തകർ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അതിന്റെ കള്ളത്തരം ഇപ്പോൾ ഒരു വലിയ എന്തോ പറയാൻ ഇത്തരത്തിലുള്ള വലിയ ഒരു ശൃംഖലയിൽ ഒരു ചെറിയ പിഴവുണ്ടാകുമ്പോൾ അത് കണ്ടെത്തുക അതിനകത്തുള്ളവർ തന്നെ മുന്നിട്ടിറങ്ങുമ്പോൾ അത് വ്യക്തമാണ് ആരുടെ അതിലുള്ള ചിലരുടെ പ്രശ്നങ്ങളായിരുന്നു എന്നുള്ളത്. അത്തരത്തിലാണ് SIT ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ SIT എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒരേ സമയം ഇതിൽ കുറ്റാരോപിതരായിട്ടുള്ളവരുടെ വീടുകൾ ഒരേ സമയം തന്നെ 8 പേരുടെ ഒരേ സമയം തന്നെ റെയ്ഡ് നടത്തി. കാര്യം മറ്റ് അതിനകത്ത് അട്ടിമറിയൊന്നും ഉണ്ടാകാതിരിക്കാൻ ഒരേ സമയം തന്നെ റെയ്ഡ് നടത്തി. അവർക്ക് ഈ പറഞ്ഞ കാലാവധിക്കുള്ളിൽ അവരുടെ സ്വത്തുവകകളിൽ എന്തെങ്കിലും കാര്യമായ മാറ്റം സംഭവിച്ചിട്ടുണ്ടോ, അവരുടെ ജീവിതശൈലിയിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത്. ഒന്നിടപെട്ടോട്ടെ. കുറ്റാരോപിതരുടെ മാത്രമല്ല, ട്രസ്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ വ്യക്തികളുടെ കാര്യത്തിലും അത്തരമൊരു അന്വേഷണം നടക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ അവരുടെ ജീവിതശൈലിയിലോ സ്വത്തിലോ കാര്യമായ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് അന്വേഷണം നടത്തുന്നുണ്ട്. അവിടെയാണ് മനോജ് ഇതിനകത്ത് കൃത്യമായി ഈ അവസരോചിതമായ ഇടപെടലുകൾ കാത്തിരിക്കുന്ന ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരും ഒരുപറ്റം രാഷ്ട്രീയക്കാരും എന്ന് പറയേണ്ടി വരും. അവർ അവരുടെ കുത്തിത്തിരിപ്പ് കൃത്യമായി പ്രകടമാക്കുന്നത് ഈ ഒരു സമയത്താണ്. കാര്യം ഇപ്പോൾ അവർ പറയുന്നത് അവരുടെ രാമൻ എന്നാണ്. അതെ, ഞങ്ങളുടെ രാമന്റെ സ്വത്തുക്കൾ എന്നൊക്കെ ഇന്നലെ ഒരാൾ വികാര നിർഭരമായ ഒരു കോൺഗ്രസ്സുകാരൻ പറയുന്നത് കണ്ടു. ഇത് ഭാരതീയരുടെ രാമനാണ്, അല്ലാതെ RSSന്റെയും BJPയുടെയും രാമനാണെന്ന് അവർ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ടോ നരേന്ദ്രമോദിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന രാമനാണെന്ന്? യോഗി ആദിത്യനാഥ് പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന രാമനാണ്? മോഹൻജി ഭാഗവതും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ രാമനാണെന്ന്. രാമൻ എന്ന് പറയുന്നത് നമ്മുടെ ഇതിഹാസ നായകനാണ്, ഭാരതീയരുടെ ഇതിഹാസ നായകനാണ്. ഭാരതീയരുടെ തന്നെ എന്താ അദ്ദേഹത്തെ പറയുന്ന ഒരു മര്യാദാ പുരുഷോത്തമൻ, അങ്ങനെ ഒരു വിളിപ്പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരു രാമമന്ദിരം വരുമ്പോൾ അതിൽ എല്ലാവർക്കും ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളതാണ്. ഈ രാമമന്ദിരം പണിതപ്പോഴും അതിന്റെ പൂജാവേളയിലും ഒന്നും ഉത്തരവാദിത്വം കാണിക്കാതിരുന്നവർക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇത് സംബന്ധിച്ച ഒരു ഉത്കണ്ഠ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഈ സമയത്ത് നമ്മൾ രാമന്റെ കാര്യത്തിൽ ഒരു അല്പം പുറകോട്ട് കൂടി പോകുന്നത്. മാത്രമല്ല ഇന്നിപ്പോ നമ്മൾ ഈ ചർച്ച എടുക്കാൻ കാരണം തന്നെ ഇന്നലെയൊക്കെ നമ്മളെ മറ്റു ചില വാർത്തകളുടെ താഴെ ചില കമന്റുകൾ കണ്ടു. എന്തുകൊണ്ട് തത്വമയി അയോധ്യ വിഷയം ചർച്ച ചെയ്യുന്നില്ല? അത് ചർച്ച ചെയ്യാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്കില്ലേ എന്നുള്ളതാണ് ചോദ്യം. എന്തുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യാതിരിക്കണം? അത് ചർച്ച ചെയ്യാതിരിക്കണം. ഇതൊരു നടന്ന സംഭവമാണ്, ഇതൊരു വാർത്തയാണ്. ഇന്ന് നാഷണൽ മീഡിയാസ് ഉൾപ്പെടെ എല്ലാവരും നൽകിയ വാർത്ത തന്നെയാണ് അവിടെ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കുറ്റവാളികളെ കണ്ടെത്തണമെന്ന് തന്നെയാണ് നമ്മളും പറയുന്നത്. ശബരിമലയുടെ കേസിലും നമുക്ക് മറിച്ചൊരു അഭിപ്രായമല്ല. അവിടെയും ഇതുപോലെ കുറ്റവാളികളുണ്ട്, ആ കുറ്റവാളികളെ കണ്ടെത്തണം, അവർക്ക് ശിക്ഷ കൊടുക്കണമെന്ന് തന്നെയാണ് നമ്മളും പറയാറുള്ളത്.
പക്ഷേ ഇത് രണ്ടിലും ഈ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ നമ്മളല്ല രണ്ട് നിലപാട് സ്വീകരിക്കുന്നത്. ഇവിടുത്തെ ഈ കപട രാഷ്ട്രീയവാദികളാണ് ഇത്തരത്തിലുള്ള രണ്ട് വെള്ളത്തിൽ കാല് ചവിട്ടി നിൽക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ദ്വന്ദ്വ വ്യക്തിത്വം, ഇരട്ട വ്യക്തിത്വം, മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി പ്രകടമാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് അവർ തന്നെയാണ്. ഇപ്പോൾ ഈ രാമക്ഷേത്രത്തിന്റെ കാര്യത്തിൽ വളരെ കൃത്യമായ ഒരു വ്യക്തത കൈവന്നിരിക്കുന്നു. അതായത് ട്രസ്റ്റിൽ ചുരുക്കം ചിലർ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്, ഒരുപാട് പേര് അടങ്ങിയതാണല്ലോ. അപ്പൊ അതിൽ കുറ്റാരോപിതരായവരെ ഇതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇപ്പോ സെക്രട്ടറി ആയിട്ടുള്ള ചമ്പത് റായ്ജി ഞാൻ അയോധ്യയിൽ പോയപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പോയി സംസാരിച്ചതാണ്. അദ്ദേഹം ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്ഥാനം രാജിവെക്കുകയും ചെയ്തു. ഇത്രയുമൊക്കെ ചെയ്തില്ലേ? അപ്പോൾ ഇനിയുള്ളത് അന്വേഷണം നടക്കുക എന്നുള്ളതാണ്. അന്വേഷണം ശരിയായ വഴിയിൽ നടക്കുക, കുറ്റക്കാരെ കണ്ടെത്തുക, അവരെ ശിക്ഷിക്കുക. അപ്പോൾ ഇപ്പോൾ അന്വേഷണം നേരായ വഴിയിൽ പോകുന്നു എന്ന് കണ്ടപ്പോൾ അടുത്ത ഒരു ആരോപണം വന്നിരിക്കുന്നത് ചെറിയ മീനുകൾ പിടികൊടുത്തുകൊണ്ട് വമ്പൻ മീനുകളിൽ നിന്ന് ഒഴിവാവുകയാണ്. അങ്ങനെയൊന്നും ഒഴിവാകാൻ ഇതിൽ ആർക്കും പറ്റില്ല. അന്വേഷണം നടത്തുന്നത് SIT ആണ്. കൃത്യമായ തെളിവ് മുഖ്യമന്ത്രി പിണറായി വിജയനും അല്ല, അങ്ങനെ വമ്പൻ മീനുകൾ രക്ഷപ്പെടണമായിരുന്നെങ്കിൽ ചമ്പത് റായ്ജി രാജിവെക്കാതെ തലസ്ഥാനത്ത് തുടരുമായിരുന്നു, ഇല്ലേ? അല്ലെ? അദ്ദേഹത്തിന് വളരെ വലിയ സ്ഥാനമാണ്. കേൾക്കുന്ന പ്രേക്ഷകർക്ക് ചമ്പത് റായ്ജിയെ പരിചയമുണ്ടാകണമെന്നില്ല. അദ്ദേഹത്തിന്റെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു അധികാര സ്ഥാനത്തിനും മോഹിച്ച വ്യക്തിയല്ല. രാമമന്ദിരം അവിടെ പണിയണമെന്നുള്ളൊരു ആഗ്രഹമായി അത് വ്രതമായി ശരിക്കും പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം ഋഷിതുല്യമായ ഒരു ജീവിതമാണ് അവിടെ നയിക്കുന്നത്. അതെ, അദ്ദേഹത്തിന് കാറും ഡ്രൈവറും തന്നെ ലഭിച്ചത് ഈ അടുത്തിടയ്ക്കാണ്. ആ ഡ്രൈവറാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. അതെ, ആ ട്രസ്റ്റിന്റെ വിപുലീകരണവുമായി ബന്ധപ്പെട്ട് ഈ ക്ഷേത്രം വന്നപ്പോൾ അറിയാമല്ലോ, ഇത്തരത്തിൽ വലിയൊരു ക്ഷേത്രം വരുന്നു, ഇതിന്റെ രൂപീകരണവും വിപുലീകരണവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും അദ്ദേഹത്തിന് ഒരു കാറും ഡ്രൈവറും കൊടുക്കുന്നു. ആ ഡ്രൈവറുടെ കയ്യിൽ നിന്നാണ് ആദ്യത്തെ പിഴവ് ഉണ്ടാകുന്നത്. അയാൾ തന്നെയാണ് ഇത് മറ്റുള്ളവരെ ഇതിനകത്ത് കണക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വേണം ഇത് കണക്ട് ചെയ്ത് ഇപ്പോൾ SIT അതിന്റെ കൃത്യമായ രേഖയിലൂടെ തന്നെ മുന്നേറുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ സൗത്തിലുള്ള മാധ്യമങ്ങൾക്കാണ് ഇതിപ്പോ വലിയ പ്രശ്നമായിരിക്കുന്നത്. ഇത് തീവട്ടിക്കൊള്ളയാണ് അവിടെ നിൽക്കുന്ന അമ്പലം വിഴുങ്ങികളാണ്. ശരിക്കും അമ്പലം വിഴുങ്ങികളെ കാണാൻ അങ്ങ് അയോധ്യ വരെ ഒന്നും പോണ്ട, തൊട്ടപ്പുറത്ത് ശബരിമല വരെ പോയാൽ മതി. നല്ല ഒന്നാം തരം അമ്പലം വിഴുങ്ങികൾ അങ്ങനെ നിരന്നു നിൽപ്പുണ്ട്, മന്ത്രിതലം മുതൽ ഉദ്യോഗസ്ഥ തലം വരെ. എന്നും പറഞ്ഞ് നമ്മൾ അവിടെയും പറയുന്നില്ല ദേവസ്വം ബോർഡിലെ എല്ലാ ഉദ്യോഗസ്ഥരും കള്ളന്മാരാണെന്ന് ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല. അതുപോലെ തന്നെയാണ് അവിടത്തെയും കാര്യം. പക്ഷെ ഇവിടെ കുറെ കൂടുതലുണ്ടെന്ന് മാത്രം. സനോജ് പറഞ്ഞതിൽ ഒരു 3 കാര്യം ഒന്ന് പെട്ടെന്നൊന്ന് വ്യക്തത വരുത്തി. തീർച്ചയായും മനോജ്, നമ്മുടെ ശബരിമല വിഷയം തത്വമയി ന്യൂസാണ് ആദ്യം പുറത്തു കൊണ്ടുവന്നത്. അതിനൊരു സംശയവും വേണ്ട. പ്രേക്ഷകരോട് ഒരു കാര്യം വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ രാമമന്ദിരത്തിൽ സംഭവിച്ചതുപോലെ ശബരിമലയിൽ ഇത്തരത്തിലുള്ള തിരിമറികളും കൊള്ളകളും നടക്കുന്ന സമയത്ത് CPIM-ലെ ഏതെങ്കിലും ഒരു വ്യക്തി മുന്നിട്ടിറങ്ങി പരാതി നൽകിയോ ദേവസ്വം ബോർഡ് നേരിട്ട് പരാതി നൽകുകയോ ചെയ്തിരുന്നെങ്കിൽ തത്വമയി ന്യൂസ് ഒരുപക്ഷെ ശബരിമലയുടെ പിന്നാലെ ഇത്രയും പോകില്ലായിരുന്നു. ഇതുപോലെ രാമമന്ദിരത്തിന് എങ്ങനെ അന്വേഷണം കൃത്യമായിട്ടാണ് പോകുന്നത്, കാരണം ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെയാണ് പരാതി നൽകിയിട്ടുള്ളത് എന്നുള്ള നയമായിരുന്നതിനെ തത്വമയി ന്യൂസ് സ്വീകരിക്കുകയായിരുന്നത്. ഇനി രണ്ടാമത് രാമന്റെ കാര്യം പറഞ്ഞ കോൺഗ്രസ്സുകാരുടെ കാര്യം പറയുമ്പോൾ രാമമന്ദിരത്തിന്റെ നിർമ്മാണ കാലത്ത് മാത്രമല്ല, ഒരല്പം പിന്നോട്ട് പോകണം ചരിത്രത്തിൽ. രാമസേതുവിൻ്റെ തെളിവുകൾ പൊളിച്ചു നീക്കി കപ്പൽപാത പണിയുവാൻ കരുണാനിധി സർക്കാർ പദ്ധതിയിട്ടപ്പോൾ സുപ്രീം കോടതിയിൽ രാമന്റെ നിലനിൽപ്പിന് തന്നെ തെളിവില്ല എന്ന് രേഖാമൂലം എഴുതി കൊടുത്തവരാണ് കോൺഗ്രസിന്റെ തലപ്പത്തിരിക്കുന്നവർ. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഈ ചമ്പത് റായിയുടെ ഡ്രൈവർ, ഇവരിപ്പോൾ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തോന്നും ചമ്പത് റായിയുടെ ഡ്രൈവറിൻ്റെ അടുത്ത് നരേന്ദ്രമോദിയും യോഗിയും പറയാണ്, നീ ദിവസവും കാണിക്ക എണ്ണുന്നടുത്ത് ചെന്ന് നിന്ന് 500 1000 ഒക്കെ ആയിട്ട് അടിച്ചു മാറ്റി ഞങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടു തരൂ എന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. അത് ശുദ്ധ ഭോഷ്കാണെന്ന് മാത്രമേ പറയുവാനുള്ളൂ. ഒരു കാര്യം കൂടി അതിൻ്റെ കാര്യമായി കൂട്ടിച്ചേർക്കുന്നു. SIT-യുടെ നിയമനം അതും ശ്രദ്ധിക്കേണ്ടതാണ്. എന്ന് ഈ വാർത്ത പുറത്തു വന്നു, എന്ന് SIT-യെ നിയമിച്ചു, അതിൽ ദ്രുതഗതിയിലെടുത്ത തീരുമാനം അതും പ്രസക്തമാണ്. ഇവിടെ പ്രേക്ഷകർ അതൊന്ന് ചിന്തിച്ചു നോക്കൂ. അല്ലാതെ ഇവിടെ നമുക്കറിയാം SIT-യെ ഇവിടെ നിയമിക്കുന്നു, അത് കഴിഞ്ഞ് ഇലക്ഷൻ വരെ ഭയങ്കരമായ കണ്ടുപിടുത്തങ്ങൾ SIT നടത്തുന്നു. ഇലക്ഷൻ ആയിരുന്ന 2 മാസം SIT-ക്ക് നാക്കില്ല, മിണ്ടാട്ടമില്ല. പിന്നീട് വീണ്ടും ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തലപൊക്കി എണീറ്റിട്ടുണ്ട്. ഇതുപോലെയൊന്നും അല്ല അവിടെ അന്വേഷണം വന്നിരിക്കുന്നത്. ആദ്യഘട്ടം എങ്ങനെയാണോ അത് കൃത്യമായി തന്നെ പൂർത്തിയാക്കി അതിലെ കുറ്റവാളികളെ കണ്ടെത്തി അവരെ ആരൊക്കെയാണോ കുറ്റവാളികൾ അവരുടെ വീടുകളിൽ കൃത്യമായി റെയ്ഡ് നടത്തുന്നു. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അയോധ്യയിൽ അങ്ങനെ ഒരു ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ പറയുന്നത് പോലെ രാമന്റെ പണം ആരെങ്കിലും കട്ടിട്ടുണ്ടെങ്കിൽ, ഇവിടെ അയ്യന്റെ പണമാണല്ലോ, അവിടെ രാമന്റെ ഇത്തരത്തിലുള്ള സ്വത്തുവകകൾ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ
അത് കൃത്യമായി അവരെ പിടിക്കും, അവരെ നിയമത്തിന് മുമ്പിൽ അവരുടെ വീടുകളിൽ ബുൾഡോസർ എത്തുകയും ചെയ്യും. അവരുടെ വീടുകളിൽ ബുൾഡോസർ എത്തുകയും ചെയ്യും. കാര്യം രാജ്യം അവിടെ ഭരിക്കുന്നത് യോഗി ആദിത്യനാഥ് എന്നുള്ള ഒരു താപസി മാത്രമല്ല, അദ്ദേഹത്തിന് മറ്റൊരു മുഖം കൂടി ഉണ്ടെന്ന് കാലം തെളിയിച്ചതാണ്. അതെ, കാരണം അത് മാത്രമല്ല, BJPയുടെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തന്നെ തത്വമൈ ന്യൂസ് തന്നെ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ച നമ്മുടെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ മുക്കിയൊരു വാർത്തയുണ്ട്. നീറ്റ് ചോദ്യപേപ്പറിന്റെ പ്രധാന ഉത്തരവാദിയുടെ വീട്ടിൽ മഹാരാഷ്ട്രയിൽ ബുൾഡോസർ കയറി ഇറങ്ങി. ഭരിക്കുന്നത് BJPയോ അല്ലെങ്കിൽ BJPയുടെ സഖ്യകക്ഷിയുമായി ചേർന്ന സർക്കാരോ ആണെങ്കിൽ ഇത്തരത്തിലുള്ള കുറ്റവാളികൾ അത് എത്ര ഉന്നതനായാലും രക്ഷപ്പെടുവാൻ പോകുന്നില്ല, ബുൾഡോസർ എത്തിയിരിക്കും. അല്ല, അതുകൊണ്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്യുമ്പോൾ, ഈ ഒരു ചർച്ച വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഒരു കാര്യം മാത്രമേ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരോടും മാപ്രകളോടും ഒപ്പം രാഷ്ട്രീയക്കാരോടും പറയാനുള്ളൂ. ഈ അന്തിച്ചർച്ചയ്ക്കൊക്കെ വന്നിരുന്ന് ഭോഷ്ക് വിളിച്ചു പറയുന്നതിന് മുമ്പ് ചിന്തിക്കുക, ഈ ശബരിമലയും അയോധ്യയും തമ്മിലൊന്നും താരതമ്യപ്പെടുത്താൻ പറ്റുന്ന സാഹചര്യത്തിലല്ല. കാര്യം അയോധ്യയിൽ നടന്നത് കൊള്ള തന്നെയാണ്, അത് എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. അതിന്റെ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ. അന്വേഷണം ശരിയായ പാതയിൽ പോവുകയാണെങ്കിൽ. മറ്റിടത്തും ഇതുപോലെ തന്നെയാണ്, ക്രമക്കേട് നടന്നിട്ടുണ്ട്, അതും അന്വേഷണം കൃത്യമായ രീതിയിൽ പോകുന്നുണ്ട്. അതിന്റെയും സത്യാവസ്ഥ പുറത്തു വരണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ പറയുവാനുള്ളത്, ഈ പ്രേക്ഷകർ പലരും ആകാംക്ഷയോടുകൂടിയും ചിലർ പരിഹാസ സൂചകമായും കമൻറ്റുകളിൽ ചോദിച്ചിരുന്നു, അയോധ്യയിലെ വിഷയം നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ലേ, സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്യുന്നില്ലേ? തീർച്ചയായിട്ടും ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ ഞങ്ങൾക്കുള്ള ആത്മവിശ്വാസം രണ്ടാണ്. ഒന്ന്, രാമോ വിഗ്രഹവാൻ ധർമ്മ, രാമൻ ധർമ്മത്തിൻ്റെ വിഗ്രഹമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഭരിക്കുന്നത്, അല്ലാതെ രാമനെ വോട്ടിന് വേണ്ടിയിട്ട് കച്ചവടമാക്കുന്ന ആളുകളല്ല. കാരണം ഈ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം എന്നുള്ളത്, ബാബരി മസ്ജിദ്, ആ തർക്കമന്ദിരം പൊളിച്ചു കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ എത്രയോ കാലത്തിന് മുമ്പ് ശ്രമിക്കാമായിരുന്നു. നിയമത്തിൻ്റെ പാതയിലൂടെ കൃത്യമായിട്ട് BJP സർക്കാർ ഒരു ഭേദഗതിയോ അല്ലെങ്കിൽ ഒരു ബില്ലോ കൊണ്ടുവന്ന് നടത്തുവാൻ ശ്രമിച്ചിട്ടില്ല. നിയമത്തിൻ്റെ പാതയിലൂടെയാണ് രാമൻ്റെ മന്ദിരം തിരികെ നേടിയെടുത്തത്. അതുകൊണ്ട് തന്നെ രാമനെ ധർമ്മവിഗ്രഹമായി കാണുന്നവർ തന്നെയാണ് ഭരിക്കുന്നത്. ഒരാളും രക്ഷപ്പെട്ടു പോകാൻ പോകുന്നില്ല. രണ്ടാമത്തെ ആത്മവിശ്വാസം യോഗി ആദിത്യനാഥിലും നരേന്ദ്രമോദിയിലുമാണ്. വിജയ് പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, മക്കളോടെ പണം തൊടമാട്ടെ, തൊടവും വിടമാട്ടെ, തൊട്ടവനെയും വിടമാട്ടെ. അതവിടെ കൃത്യമായിട്ട് പ്രവർത്തിച്ച് കാണിക്കുന്നവരാണ്. സിനിമ ഡയലോഗ് അടിക്കുന്നവരല്ല അവിടെ ഇരിക്കുന്നത്. അതാണ് ആത്മവിശ്വാസം. അതാണ് ഇനി അല്ല മറിച്ചാണ് ഏതെങ്കിലും തരത്തിലുള്ളൊരു കള്ളക്കളി ഇതിൻ്റെ അകത്ത് ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും തത്വമൈ ന്യൂസ് അത് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ അത് ഈ പറഞ്ഞതുപോലെ വലിയ മീനുകളെ രക്ഷിക്കാനോ എന്നുള്ള വായ്ത്താളമടിയല്ല. കൃത്യമായിട്ടുള്ള തെളിവുകളോട് ലഭിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് RP തന്നെ വന്നിരുന്നത് അവതരിപ്പിക്കും പ്രേക്ഷകരുടെ മുമ്പിൽ, ഒരു സംശയവും വേണ്ട. അപ്പോൾ ഈ വിഷയവുമായി വീണ്ടും കാണാം. സനോജി, വളരെ നന്ദി, നമസ്കാരം. ജയ് ശ്രീറാം. ജയ് ശ്രീറാം.